പിന്നെ നമ്മൾ പറഞ്ഞു വില കൊടുത്താൽ മതിയാവുകയില്ല. അതേ പ്രകാരം ധാന്യപ്പൊടികളോ അതേ പ്രകാരം കേടുള്ളതോ ഒന്നും കൊടുത്താൽ മതിയാവൂല. പിന്നെ ചില ആളുകൾ ചോദിക്കും, ഞങ്ങൾ തിന്നുന്ന ഭക്ഷണം ഇന്നതാണ്, അത് തന്നെയല്ലേ കൊടുക്കേണ്ടത്? അതെ, നമ്മൾ ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത്. നമ്മൾ നല്ല ഉയർന്ന ഭക്ഷണം കഴിക്കുക. ഇത് വളരെ ഒരു ഉദാഹരണം പറയാ. ഒരു ഉദാഹരണം എന്നുള്ളതിലേക്ക് നമ്മൾ സാധാരണ 45 ഉറുപ്യ കിലോനുള്ളതായ അരിയാണ് നമ്മുടെ വീട്ടിൽ ഉച്ചക്കും രാത്രിയും ഒക്കെ വെക്കാറുള്ളത്. കൊടുക്കുന്നതോ 10 ഉറുപ്യന്റെ അരി. അത് പറ്റൂല. നമ്മൾ കൊടുക്കുന്ന അരി ഏതാണോ അതിനേക്കാൾ താഴ്ന്നതല്ല നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അത് കൊടുക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നത് കൊടുക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ കൂട്ടത്തിലൊരു മസാല, നമ്മള് ഈ മറ്റ് സക്കാത്ത് പോലെയല്ല കേട്ടോ ഫിത്ർ സക്കാത്ത്. മറ്റ് സക്കാത്ത് കൊടുക്കണമെങ്കിൽ അത്രയും സമ്പത്ത് നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? നമ്മളെ കണക്കനുസരിച്ച് 43,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഫിത്ർ സക്കാത്ത് അല്ല മറ്റുള്ള സക്കാത്ത് കൊടുക്കണം, സക്കാത്തുൽ മാല് കൊടുക്കണം. ഒരു കച്ചവടക്കാരനാണ്, അദ്ദേഹത്തിന്റെ പീടികയിൽ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ 43,000 രൂപയുടെ സാധനം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. എന്നാൽ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും വേണ്ടിയില്ല. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് നമ്മൾ പറഞ്ഞു പെരുന്നാൾ രാവ് പകല്, പെരുന്നാൾ രാവിലും പകലിലും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇത് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്. അപ്പൊ ഒരാളുടെ വീട്ടിൽ തീരെ അരിയൊന്നുമില്ല. പക്ഷെ റമദാനിൽ എന്ത് ചെയ്തീനു? പലരും മുദ്ദിന്റെ അരിയൊക്കെ കൊണ്ടു കൊടുത്തു. നമ്മൾ മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നോമ്പ് ഉപേക്ഷിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ മുദ്ദ് കൊടുക്കേണ്ടി വരും. അങ്ങനെ മുദ്ദിന്റെ അരിയൊക്കെ പലരും കൊണ്ടുപോയി കൊടുത്തു. കുറെ ആള് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാളെ വീട്ടില് ഒരു 100 കിലോ 1 കിൻഡൽ അരി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇയാളെ വീട്ടിലോ 6 മക്കളും ഉണ്ട്, ഇദ്ദേഹവും ഭാര്യയുണ്ട്. അപ്പൊ 8 ആളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഇതെടുത്ത് കൊടുക്കാൻ പറ്റുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെടുത്ത് കൊടുക്കാൻ പറ്റുമോ? അതിന് യാതൊരു കുഴപ്പമില്ല. കാരണം മറ്റൊരാൾ അരി നമുക്ക് തരലോടുകൂടി ആ അരി പിന്നെ നമ്മുടേതായി, നമ്മുടെ അരിയാണ്. അപ്പൊ നമ്മുടെ അരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കുന്നതിനെന്താ? യാതൊരു കുഴപ്പമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾക്ക് പലരിൽ നിന്നുമായി ഫിദിയയുടെ മുദ്ദിന്റെ അരിയൊക്കെ റമദാനിന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വീട്ടിലുണ്ട്. ആ സമയത്ത് വിശുദ്ധമായ പെരുന്നാൾ ആവുകയും ചെയ്താൽ, പെരുന്നാൾ ആവുകയും ചെയ്താൽ ആ സമയത്ത് നമ്മുടെ അടുത്തിൽ അരി ഉണ്ട്. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ആരൊക്കെയോ മുദ്ദായിട്ട് തന്നതാ. എന്നാൽ അതെന്ത് ചെയ്യാം? ഫിത്ർ സക്കാത്തായി നൽകാം. അതിന് യാതൊരു കുഴപ്പമില്ല. അത് നൽകാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട. അല്ലാതെ നമ്മൾ പീടികയിൽ പോയി കാശ് കൊടുത്ത് വാങ്ങിയ അരി എന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു നിബന്ധന ഒന്നുമില്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ അരി തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം, അങ്ങനെ യാതൊന്നുമില്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. കേരളീയരായ നാം അരി നൽകണം. മുന്തിയ ഇനം നൽകിയാൽ മതിയാകും. മുന്തിയത് ഉപയോഗിക്കുന്നവർ താഴ്ന്നത് നൽകിയാൽ മതിയാവുകയില്ല. അതേ പ്രകാരം വില നൽകിയാലും മതിയാവുകയില്ല. പുത്തൻവാദികളായ ആളുകൾ അവര് പറയും നിങ്ങൾ വില നൽകിയാ മതി, എന്തു വേണമെന്നില്ല, അരി നൽകണോ എന്നില്ല, എന്ത് കൊടുത്താൽ മതി, വില നൽകിയാ മതി. അതൊരിക്കലും മതിയാവുകയില്ല. അതൊരിക്കലും മതിയാവുകയില്ല. നമ്മൾ എന്ത് തന്നെ ചെയ്യണം? വില നൽകിയാൽ മതിയാവുകയില്ല, അരി തന്നെ നമ്മൾ നൽകണം. ഈ നിയമം എവിടെയും ബാധകമാണ്. മുദ്ദ് കൊടുക്കുന്നിടത്തും ബാധകാട്ടോ. മുദ്ദ് കൊടുക്കുന്ന സ്ഥലത്തും ഈ നിയമം ബാധകമാണ്. അവിടെയും നാം അരി തന്നെ നൽകണം. അരിയുടെ കാശ് നൽകിയാൽ മതിയാവുകയില്ല. ആ മസല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. അവർ കൊടുക്കുന്ന സമയം ഒന്നുകൂടിയും വിശദീകരിക്കാം. കൊടുക്കേണ്ട സമയമുണ്ടല്ലോ, ഒന്നുകൂടിയും വിശദീകരിക്കാം. റമദാൻ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് നൽകൽ അനുവദനീയമാണ്. പക്ഷേ
നിർബന്ധമാകുന്ന സമയത്ത് കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അർഹനായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടും മുമ്പ് കൊടുത്തു വീട്ടലാണ് ഉത്തമം. യാതൊരു കാരണവുമില്ലാതെ നിസ്കാര ശേഷം വിതരണം ചെയ്യാനായി പിന്തിക്കൽ കറാഹത്തും അസ്തമയത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമുമാണ്. അപ്പൊ നാളെ പെരുന്നാളാണെങ്കിൽ നാളെ അസ്തമയത്തെ തൊട്ട് പിന്തിക്കൽ, യാതൊരു കാരണവുമില്ലാതെ പിന്തിക്കൽ ഹറാമുമാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ മുദ്ദിന്റെ അവകാശികൾ, നമ്മൾ മുദ്ദ് കൊടുക്കുമ്പോ അതിന്റെ അവകാശികൾ ആരൊക്കെയാണ്? ഫക്കീർ മിസ്കിന്മാര് മാത്രമാണ്. മുദ്ദിന്റെ അവകാശികൾ ഫക്കീർ മിസ്കിന്മാർ മാത്രമാണ്. എന്നാൽ സകാത്തിന്റെ അവകാശികൾ അവർ മാത്രമല്ല. സകാത്തിന്റെ അവകാശികൾ 8 വിഭാഗമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഇന്നമസ് സ്വദഖാതു, തീർച്ചയായും സദഖ എന്ന് പറഞ്ഞാൽ സക്കാത്ത്, ഇത് വാങ്ങാൻ അർഹതയുള്ള ആളുകൾ 8 വിഭാഗം ആളുകളാണ്. ഒന്ന് ലിൽ ഫുഖറാഇ, ഫുഖറാക്കൾ, ഫക്കീറന്മാർ. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ്? സക്കാത്തിന്റെ അവകാശികളിൽ 1-ാം സ്ഥാനം ഇവർക്കാണ്. തനിക്കും തന്റെ ആശ്രിതർക്കും ആവശ്യമായ ചെലവിന്റെ ചെറിയ ശതമാനം പോലും നേടാൻ കഴിയാത്തവർ, ഓലെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനത്തെ ആളുകളാണ് ഫക്കീറന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖറിനെ തൊട്ട്, ദാരിദ്ര്യത്തിനെ തൊട്ട് നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. കാദൽ ഫഖറു അൻ യകൂന കുഫ്റ. ബഹുമാനപ്പെട്ട മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ദാരിദ്ര്യം ഉണ്ടായാൽ അത് കുഫ്റിലേക്ക് വരെ എത്തിപ്പോകും. അല്ലാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ മഹാന്മാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട്. ദിവസവും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. എല്ലാ ദിവസവും നമ്മൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരൊരു സഹാബിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ സഹാബിയുടെ അടുത്ത് പോയി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ചോദിക്കാനുള്ള കാരണം അവർക്ക് കുറെ പെൺമക്കളാണ്. അപ്പൊ ഇദ്ദേഹം മരിച്ചുപോയാൽ പിന്നെ പെൺമക്കളുടെ അവസ്ഥ എന്താകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മൂപ്പര് പറയുന്ന ഉഖ്റവിയായ കാര്യങ്ങളാണ്, ദുനിയവിയായ കാര്യമൊന്നുമില്ല. അപ്പൊ അവസാനം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് കുറെ പെൺമക്കളാണല്ലോ ഉള്ളത്, അതുകൊണ്ട് എന്ത് സഹായം അങ്ങക്ക് വേണ്ടിയെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ദാരിദ്ര്യമുണ്ടാവുകയില്ല എന്ന്. ഞാൻ ദിനേന സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ എൻ്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് ആ സഹാബി ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം. അല്ലാഹു ദാരിദ്ര്യത്തിനെ തൊട്ട് നമ്മളെല്ലാരെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ദാരിദ്ര്യം വരാതിരിക്കാൻ നമ്മളൊക്കെ ദിനേന സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. ഞാൻ ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സൂറത്തുൽ വാഖിഅ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് വലിയ സമ്പന്നനാവുന്നാണോ അതിന്റെ അർത്ഥം? അല്ല. നമ്മൾക്ക് ജീവിതത്തിൽ നല്ല ഐശ്വര്യമുണ്ടാകും, നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ദിനേന നമ്മൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ.
അപ്പൊ ഒന്നാമത്തെ വിഭാഗമാണ് ഫക്കീർ. സക്കാത്തിന്റെ 8 വിഭാഗം ആളുകളുണ്ട്. കൂട്ടത്തിലൊരു മസാല പറയാം. നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഈ ഏരിയയിലൊക്കെ മുമ്പ് കാലത്തുണ്ടായിരുന്ന ഒരു കാര്യം, ഞാൻ ഫിത്ർ സക്കാത്തിന്റെ അരി വാരും, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെതും ഭാര്യയുടേതും മക്കളുടേതും, എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവിടുന്ന് അപ്പൊ അയാൾ ഒരു പൊതി ഇങ്ങോട്ടും തരും, ഞാനത് വാങ്ങി ഇങ്ങ് പോരുകയും ചെയ്യും. അത് പറ്റുമോ? ഞാനും അദ്ദേഹവും അവകാശിയാണെങ്കിൽ പറ്റും, യാതൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഞാൻ ആ വീട്ടിൽ കൊണ്ടു കൊടുത്തേരോ, അയാൾ ഇക്ക് കൊണ്ടു തന്നില്ലേ, ഞാനെങ്ങനെ കൊടുക്കാതിരിക്കുക എന്ന് മനസ്സിലാക്കി കൊടുത്തതാണെങ്കിലോ ഫിത്ർ സക്കാത്ത് വീടുകയില്ല. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെ നടക്കാറുണ്ടായത്. അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും വാങ്ങും, കൊടുക്കുകയും വാങ്ങി. അപ്പൊ ഞാൻ 10 കിലോ ആണ് ഫിത്ർ സക്കാത്ത് കൊടുത്തതെന്ന് സങ്കല്പിക്കുക, 10 കിലോയ്ക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അവകാശിയാണോ? എനിക്ക് വാങ്ങാം. അവകാശിയല്ലേ? വാങ്ങാൻ പാടില്ല. വാങ്ങിയാൽ ഞാൻ കുറ്റക്കാരനാവുകയും അദ്ദേഹത്തിന്റെ ഫിത്ർ സക്കാത്ത് വീടുകയുമില്ല. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ അയൽവാസിക്ക് കൊടുക്കാം. അയൽവാസി വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട ആളാണോ? ഫക്കീറാണോ? കൊടുക്കാം. ഇനി 2ാം സ്ഥാനം മിസ്കീൻ. മിസ്കീൻ ആണെങ്കിലും കൊടുക്കാം. പിന്നെ 3ാമത്തത് ആമിലാണ്, ജോലിക്കാരൻ. അത് സുൽത്താൻ, അതായത് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളിലൊക്കെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ആളുണ്ടാവും. അത് ഇന്ന് നമ്മുടെ നാട്ടിലില്ല. പിന്നെ മറ്റൊന്നാണ് പുതുമുസ്ലിം, ഇസ്ലാമിലേക്ക് വന്ന ആള്. ഒരാള് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്ക് സക്കാത്ത് കൊടുക്കാം. ഫിത്ർ സക്കാത്തും കൊടുക്കാം, മറ്റ് സക്കാത്തുകളൊക്കെ കൊടുക്കാം. പിന്നെ മറ്റൊന്നാണ് കടം കൊണ്ട് വലഞ്ഞവൻ. കടം കൊണ്ട് വലഞ്ഞവൻ എന്ന് പറഞ്ഞ ആരാണ്? ഒരാൾക്ക് 2 ലക്ഷം റുപ്യ കടമുണ്ട്, 4 ലക്ഷം റുപ്യ കിട്ടാനുണ്ട്. അങ്ങനത്തെ ആളാണോ? അല്ല. കടം കൊണ്ട് വലഞ്ഞവൻ എന്ന് പറഞ്ഞാൽ മതപരമായി അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുകയും അത് വീട്ടാൻ അവധിയെത്തി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആള്. കൊടുക്കാൻ കഴിയുന്നില്ല, കൊടുക്കാൻ കാശ് ഇയാളുടെ കയ്യിലില്ല, എന്നാൽ അദ്ദേഹം സക്കാത്തിന്റെ അവകാശിയാണ്. പിന്നെ ഈ കടത്തിൻ്റെത് പറയുമ്പോൾ ഇവിടെ 2 രൂപത്തിൽ കടക്കാരനാവലുണ്ട്. ഒന്ന് ഈ പറഞ്ഞ രൂപത്തിൽ, മറ്റൊന്നാണ് നമ്മുടെ നാട്ടിൽ 2 ആളുകൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. 2 ആളുകൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. ഒരാൾ പറഞ്ഞു അദ്ദേഹം എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞു. മറ്റേ ആള് പറഞ്ഞു ഞാനൊരു 5 പൈസയും അയാൾക്ക് കൊടുക്കാനില്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 1 ലക്ഷം റുപ്യ അയാൾ തരാനുണ്ട്. അയാൾ പറഞ്ഞു ഞാനൊരു 5 പൈസയും അയാൾക്ക് കൊടുക്കാനില്ല എന്നും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ പ്രശ്നമായി. അപ്പം മസ്ലഹത്തിന് വേണ്ടി, അതായത് മധ്യസ്ഥത്തിന് വേണ്ടി ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ 1 ലക്ഷം ഉണ്ട് എന്നാ പറയുന്നത്, ഇയാളോ ഒരു 5 പൈസ ഇല്ല എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് ഒരു 50,000 അങ്ങ് തരാം, എന്നാ വിഷയം സോൾവ് ആകുമോ? അങ്ങനെ എന്താക്കി, ഒരു മസ്ലഹത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു 50,000 റുപ്യ എനിക്ക് തന്നു. അദ്ദേഹം പണക്കാരൻ, അദ്ദേഹം കോടീശ്വരനാണ്. പക്ഷെ മൂപ്പരെ കീശേന്ന് എടുത്ത് തന്നതല്ല. മൂപ്പര് 4 ആളോട് കടം വാങ്ങി. ഒരാളോട് 20,000 വാങ്ങി, ഒരാളോട് 10, ഒരാളോട് 10, ഒരാളോട് 10, അങ്ങനെ 50,000 വാങ്ങി എനിക്ക് തന്നതാണെങ്കിൽ ഈ 50,000ത്തിന് കണക്കാക്കി മൂപ്പർക്ക് സക്കാത്ത് കൊടുക്കാം. മൂപ്പര് കടക്കാരനാണ്. നേരെ മറിച്ച് ഈ 50,000 മൂപ്പരുടെ കീശേന്ന് എടുത്ത് എനിക്ക് തന്നതായിരുന്നെങ്കിലോ സക്കാത്ത് കൊടുക്കാൻ പറ്റുകയുമില്ല. കാരണം അയാൾ കടക്കാരനല്ല. മറ്റേത് ഒരു മസ്ലഹത്തിന് വേണ്ടി, ഇസ്ലാമികമായ ഒരു നന്മക്ക് വേണ്ടി അദ്ദേഹം കടക്കാരനായതാണ്. അപ്പൊ അദ്ദേഹം കടക്കാരൻ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം. നാട്ടിലെ വലിയ കോടീശ്വരനായിരിക്കാം, എങ്കിലും സക്കാത്ത് കൊടുക്കാം. എന്നാൽ അദ്ദേഹം സ്വന്തം കീശയിൽ നിന്നെടുത്ത് ആ മസ്ലഹത്തിന് മുൻപന്തിയിൽ നിന്നതാണെങ്കിൽ അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം 1 ഫക്കീർ, 2 മിസ്കീന്, 3 ജോലിക്കാരൻ, അതൊന്നും നമ്മുടെ നാട്ടിലില്ല. 4 പുതുമുസ്ലിം, 5 കടം കൊണ്ട് വലഞ്ഞവൻ, അതും നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ മുക്കാത്തബ്, മോചനപത്രം എഴുതപ്പെട്ട അടിമ സമ്പ്രദായം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ആ മോചനപത്രം എഴുതുക എന്ന് പറഞ്ഞ സമ്പ്രദായവും നമ്മുടെ നാട്ടിലില്ല. അപ്പൊ 6 എണ്ണായി. പിന്നെ മറ്റൊന്നാണ് ഇസ്ലാമിക യോദ്ധാവ്. ഇസ്ലാമിക യോദ്ധാവ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിലെ നമ്മൾ ബദറിലും മുഹദിലും ഒക്കെ പങ്കെടുത്ത യോദ്ധാക്കളുണ്ടല്ലോ, അതുപോലത്തെ ആ സാഹചര്യവും ഇന്നില്ല.
അതുകൊണ്ട് അതുമില്ല. പിന്നെ മറ്റൊന്നാണ് വഴിയാത്രക്കാരൻ. വഴിയാത്രക്കാരൻ എന്ന് പറയുമ്പോൾ പഴയ കാലത്തൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വരും, മാസങ്ങളോളം യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു. എത്തിന്ന് മറ്റൊരുത്തിലേക്ക് എത്തണമെങ്കിൽ മാസങ്ങളോളം എന്ന് പറഞ്ഞാൽ അന്നത്തെ തൊട്ട് സ്പീഡ് പോകുന്ന കാറോ പ്ലെയിനോ ട്രെയിനോ ഇല്ലാത്ത കാലല്ലേ. അന്ന് ഒട്ടകങ്ങളല്ലേ ഉള്ളൂ. ഒട്ടകത്തിന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്കറിയാലോ. അപ്പൊ മാസങ്ങളോളൊക്കെ സഞ്ചരിക്കേണ്ടി വരും. ആ സമയത്ത് പോകുമ്പോൾ യാത്രക്കാരാണ് അവർ സക്കാത്ത്, അവരുടെ കയ്യിൽ കാശൊന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടതായ സാധനം നമ്മുടെ സക്കാത്തായിട്ട് കൊടുക്കാം. എന്നാൽ ഇന്നും അതിനൊരു ചാൻസ് ഉണ്ട്, ഇന്നും അതിനൊരു ചാൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയും. ഒരാൾ കാസർഗോഡ് നിന്ന് വരികയാ, കോഴിക്കോട് എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലെ കാശൊക്കെ തീർന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കാശൊക്കെ ഉണ്ട്, പക്ഷെ മൂപ്പരുടെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, ATM കാർഡും ഇല്ല, മറ്റൊരു മാർഗവും ഇല്ല മൂപ്പർക്ക് കാശ് കിട്ടാൻ. അപ്പൊ ചില ഉലമാവ് പറയാറുണ്ട് അവർക്കും എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കാം. എപ്പോ തിരുവനന്തപുരത്ത് എത്താൻ മാത്രം ഉള്ളത്, അതിനേക്കാൾ അധികം കൊടുക്കണ്ട, അവിടെ എത്താൻ മാത്രമുള്ളത് കൊടുക്കാം. ഏതായാലും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് ഫക്കീർ, മിസ്കീന്, പുതുമുസ്ലിം, കടക്കാര്, ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനത്തെ അവകാശികൾക്ക് സക്കാത്ത് കൊടുത്താലേ നമ്മുടെ സക്കാത്ത് വീടുകയുള്ളൂ. അല്ലാതെ അയൽവാസിക്കോ മറ്റുള്ളവർക്കോ ഈ അവകാശികളല്ലാത്തവരാണെങ്കിൽ കൊടുത്താൽ വീടുകയില്ല. എനിക്ക് അയാൾ തന്നല്ലോ, ഞാനങ്ങനെ അയാൾക്ക് കൊടുക്കാതിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അയാൾ അവകാശിയാണോ എങ്കിൽ കൊടുക്കണം. ഇനി ചിലപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരാള് മൂപ്പർ അവകാശിയാണ്, കാരണം മൂപ്പർക്ക് യാതൊരു നിർവാഹവുമില്ല, മൂപ്പരിങ്ങനെ പ്രയാസപ്പെടുന്ന ഒരാളാണ് എന്ന് പ്രത്യക്ഷത്തിൽ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിന് സക്കാത്ത് കൊടുത്തു. അപ്പൊ അയാൾ പറയണോ ഞാൻ സക്കാത്തിന്റെ അവകാശി അല്ലട്ടോ? അല്ലെങ്കിൽ മൂപ്പര് സക്കാത്തിന്റെ അവകാശി അല്ല എന്ന് സങ്കല്പിക്കുക. സക്കാത്തിന്റെ അവകാശി അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഞാന് സക്കാത്തിന്റെ അവകാശി അല്ല എന്ന് അദ്ദേഹം പറയണം. അപ്പൊ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം, സക്കാത്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ആർക്കാ കൊടുക്കുന്നത്, എങ്ങനെയാ കൊടുക്കുന്നത് എന്നൊക്കെ നോക്കണം. സക്കാത്ത് വാങ്ങുന്ന ആളും എനിക്ക് തന്നത് സക്കാത്താണല്ലോ, ഞാൻ അതിന്റെ അവകാശിയാണോ എന്നെന്താക്കണം, സക്കാത്ത് വാങ്ങുന്ന ആളുകളും നോക്കണം. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ.